26 നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ കാത്തിരുന്ന് കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട് സംയുക്ത സൈനികാക്രമണത്തിലൂടെ ഇന്ത്യ 9 പാക് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത്. ഇതിനായി കൃത്യം ലക്ഷ്യം ഭേദിക്കുന്ന യുദ്ധോപകരണങ്ങളാണ് ഇന്ത്യ ഉപയോഗിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഭീകര കേന്ദ്രങ്ങളുടെ ലക്ഷ്യസ്ഥാനം തിരിച്ചറിയാൻ ഇന്റലിജൻസ് ഏജൻസികളാണ് ഇന്ത്യക്ക് വിവരങ്ങൾ കൈമാറിയത്. സർജിക്കൽ സ്ട്രൈക്കിനായി സ്കാൽപ്പ് മിസൈലുകൾ, ഹാമർ ബോംബുകൾ തുടങ്ങിയവയോടൊപ്പം പ്രിസിഷൻ സ്ട്രൈക്ക് ആയുധ സംവിധാനങ്ങളും ലോയിറ്ററിംഗ് മ്യൂണിഷൻ സിസ്റ്റവും ഉപയോഗിച്ചുവെന്നാണ് വിവരം. പുതിയ തരം ആയുധ സംവിധാനമായ LMSനെ ചാവേർ ഡ്രോണുകളെന്നും സൂയിസൈഡ് ഡ്രോണുകളെന്നും അറിയപ്പെടുന്നുണ്ട്. ഈ സംവിധാനത്തിൽ പോർമുന ഘടിപ്പിച്ച ഒരു ആളില്ലാ വിമാനം ഉണ്ടാകും. ലക്ഷ്യം കണ്ടെത്തുന്നതുവരെ LMS ലക്ഷ്യസ്ഥാനത്തിന് മുകളിൽ കറങ്ങി നടക്കും. ലക്ഷ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇടിച്ചിറങ്ങുകയും ചെയ്യും. ലക്ഷ്യസ്ഥാനത്തിന്റെയും അതിന്റെ ചുറ്റുപാടുകളുടെയും തത്സമയ ചിത്രം കാണുന്ന ഒരു ഓപ്പറേറ്റിംഗ് സംവിധാനമാണ് LMS നിയന്ത്രിക്കുന്നത്. ആക്രമണത്തിന്റെ സമയം, കൃത്യമായ ദിശ എന്നിവ നിയന്ത്രിക്കാനും ഈ സംവിധാനത്തിന് കഴിയും. ആക്രമിക്കേണ്ട സ്ഥലം ഉടനടി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ദീർഘനേരം ആകാശത്ത് കറങ്ങി നടന്ന ലക്ഷ്യസ്ഥാനത്തിനായി കാത്തിരിക്കാൻ LMSന് കഴിയും. അത്യാധുനിക സെൻസറുകളും ഗൈഡൻസ് സിസ്റ്റങ്ങളും ഉപയോഗിക്കുന്നതിനാൽ ലക്ഷ്യസ്ഥാനത്ത് വളരെ കൃത്യതയോടെ ആക്രമണം നടത്താൻ സാധിക്കും. ആക്രമണത്തിനിടയിൽ പോലും ലക്ഷ്യം മാറ്റാനോ ദൗത്യം ഉപേക്ഷിക്കാനോ LMSന് സാധിക്കും. യുവേഷൻ ഹീറോ സീരീസ്, എയറോവിറോൺമെന്റ് സ്വിച്ച്ബോർഡ് സീരീസ് എന്നിവ LMSന് ഉദാഹരണങ്ങളാണ്. എയർഫ്രെയിം, പെലോഡ്, ഗൈഡൻസ് സിസ്റ്റം, പ്രൊപ്പൻഷൻ സിസ്റ്റം, ആശയവിനിമയ സംവിധാനം, FPV ഡ്രോണുകൾ തുടങ്ങിയവ LMSൽ ഉപയോഗിച്ചിട്ടുണ്ട്. എയർഫ്രെയിം കാർബൺ ഫൈബർ അല്ലെങ്കിൽ സംയുക്ത പ്ലാസ്റ്റിക്കുകൾ പോലുള്ള ഭാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രോണിന്റെ ഘടനാപരമായ ചട്ടക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. പെലോഡ് ഡ്രോൺ വഹിക്കുന്ന വാർഹെഡ് ചെറുതും ഉയർന്ന സ്ഫോടനാത്മകവുമായതു മുതൽ ആന്റി ടാങ്ക് യുദ്ധോപകരണങ്ങൾ പോലുള്ളവ പോലും ഉപയോഗിക്കാറുണ്ട്. ഗൈഡൻസ് സിസ്റ്റം ഡ്രോണിന്റെ ദിശ നിയന്ത്രിക്കാനും ലക്ഷ്യം കണ്ടെത്താനും പ്രാപ്തമാക്കുന്ന സംവിധാനം. ഇതിൽ ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റങ്ങൾ, ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ക്യാമറകൾ തുടങ്ങിയ സെൻസറുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശയവിനിമയ സംവിധാനം ഡ്രോണിനെ അതിന്റെ ഓപ്പറേറ്ററുമായി ആശയവിനിമയം നടത്താൻ അനുവദിക്കുന്ന സംവിധാനവുമുണ്ട്. ഇതിൽ സാധാരണയായി റേഡിയോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആശയവിനിമയങ്ങളാണ് ഉപയോഗിക്കുന്നത്. FPV ഡ്രോണുകൾ ഓപ്പറേറ്റർക്ക് ഡ്രോണിന്റെ സഞ്ചാര വഴിയും മുന്നിലുള്ള കാഴ്ചകളും ഈ സംവിധാനത്തിലൂടെ കാണാൻ സാധിക്കും. റേസിംഗ്, ഫ്രീസ്റ്റൈൽ ഫ്ലൈയിങ്, ഏരിയൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നിവയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി FPV ഡ്രോണുകൾ ഉപയോഗിക്കാം. തീവ്രവാദികൾ ക്യാമ്പ് ചെയ്യുന്ന ലക്ഷ്യങ്ങളുടെ കൃത്യമായ കോർഡിനേറ്ററുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരുന്നു. ഇതോടെയാണ് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിടാൻ പ്രത്യേക കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിച്ചത്.